അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ വീഡിയോ മിസ് ചെയ്യരുത് കേട്ടോ. ഒരു വലിയ സംരംഭം പിന്നെ ഞങ്ങൾ ആരംഭിക്കുക, ഞങ്ങളല്ല, ഇത് യൂസഫ് ഞങ്ങളുടെ എന്താ പറയുക ബാഡ്മിൻ്റൺ എൻ്റെ ബാല്യകാല സുഹൃത്താണ്. ഇദ്ദേഹത്തിൻ്റെ വൈഫ് രസ്ന, ഇവരുടെ ഒരു ചിരകാല സ്വപ്നം എന്നൊക്കെ പറയുമല്ലോ, തീവ്രമായി ആഗ്രഹിച്ചാൽ നേടുന്നുള്ള തെളിവാണ്. അപ്പോൾ എന്താണെന്നുള്ള സസ്പെൻസ് വെക്കുന്നില്ല. പിന്നെ ഒരുപാട് വനിതകൾക്കായിട്ടുള്ള ഒരു സംരംഭമാണ് തുടങ്ങിയിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ ഓണർ. എന്തൊക്കെയുണ്ട്, ഉഷാറല്ലേ? ഓക്കെ, എന്താണ് ഉദ്ദേശിക്കുന്നത്? സിമ്പിളായിട്ട് എൻ്റെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കും. നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു ലേഡീസ് ഫിറ്റ്നസ് സെന്റർ ആണ്. ഫിറ്റ്നസ് പറയുമ്പോൾ നമ്മൾ ഫിസിക്കൽ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഇവിടെ വരുന്ന എല്ലാ ലേഡീസും മെന്റലി റിലാക്സ് ആയി പോകണം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ സംഭവങ്ങൾ അവിടെ ഉള്ളത്? ഇവിടെ നോർമൽ ജിമ്മിന് അപ്പുറത്തേക്ക് നമ്മള് സുംബ ഉണ്ട്, എയറോബിക്സ് ഉണ്ട്, ദെൻ ക്ലിനിക്കൽ യോഗ ഉണ്ട്, മെഡിറ്റേഷൻ, പ്രാണായാമ, ന്യൂട്രീഷണൽ ഗൈഡൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ആണല്ലേ? ഞാനിപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചത്, സുഹൃത്ത് യൂസഫ് പറഞ്ഞപ്പോൾ അത്ര വലിയ സംവിധാനം ഒന്നും എനിക്കറിയില്ലായിരുന്നു. വന്നപ്പോഴാണ് ഇവിടുത്തെ ഇൻറ്റീരിയർ, നിങ്ങൾ അതിന് വേണ്ട ഇൻസ്ട്രുമെൻറ്റ്സ്, എക്യുപ്മെൻറ്റ്സ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ ബ്രാൻഡഡും പിന്നെ വരുന്ന ആളുകൾക്ക് വളരെ കംഫർട്ടബിളായിട്ട് ജിമ്മ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു സൗകര്യം. അത് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് മുടക്കിയിട്ട് നല്ല രീതിയിൽ കൊടുക്കാൻ തന്നെ ഉദ്ദേശമല്ല. എന്താണ് അങ്ങനെ ഒരു സംവിധാനം മനസ്സിലായത്? പൊതുവെ സ്ത്രീകളെ കാര്യം വരുമ്പോൾ നമ്മളൊക്കെ മിനിമലായിട്ട് ചെയ്യണം എന്നാണ് പൊതുവെ പറയുന്നത്. സ്ത്രീകൾക്ക് ഇത്ര ആവശ്യം ഉണ്ടാവും, അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഇത്ര എക്യുപ്മെന്റ്സ് വേണോ, ഇത്ര സൗകര്യം വേണോ എന്നൊക്കെ ചോദിക്കാം. അത് തിരുത്താൻ വേണ്ടി സ്ത്രീകൾക്കും എല്ലാം വേണം. കൂടുതലായിട്ട് നമുക്ക് തോന്നുന്നു ജിമ്മ് സ്ത്രീകൾ തന്നെ ചെയ്യേണ്ടത്. കാരണം അവർക്കാണ് ഒരുപാട് കാര്യങ്ങൾ വരുന്ന ആൾക്കാരാണ്. ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടെന്നല്ല, സ്ട്രെസ് ആവുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് അവര് നല്ല നിലയിൽ എല്ലാരും പോലെ ആവട്ടെ, അത്രേ ഉള്ളൂ, ഈക്വൽ ആവട്ടെ എന്നുള്ളതാണ്. ഫിസിക്കലി മെന്റലി സ്ട്രോങ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. ഇവിടെ വരുമ്പോ എല്ലാരും റിലാക്സ് ആയിട്ട് പോകണം. അതിന് വേണ്ടിട്ട് നമ്മൾ അവർക്ക് ഐസ് ബാത്ത്, സ്റ്റീം ബാത്ത് ഉണ്ട്, പിന്നെ നമ്മൾ ഫ്യൂലപ്പ് ഉണ്ട്, പ്രോട്ടീൻ സൊല്യൂഷൻ ഉള്ള ഫ്യൂലപ്പ് ഉണ്ട്. അങ്ങനെ ഒരുപാട്. നിങ്ങൾ പഠിച്ചതല്ലേ ഇതിന്റെ ട്രെയിനർ അല്ലേ? സർട്ടിഫൈഡ് ട്രെയിനറാണ്. ഏതൊക്കെയാണ്? എല്ലാം പഠിച്ചിട്ടുണ്ട്. സർട്ടിഫൈഡ് ആണ്, പിന്നെ യോഗ TTC ട്രെയിനറാണ്, ഫിറ്റ്നസ് ട്രെയിനറാണ്. ഓക്കെ, അതിനപ്പുറത്തേക്ക് ഇവരാണ് ഇതിന്റെ ഇതിലെ സപ്പോർട്ട് ചെയ്യുന്നത്. ട്രെയിനർ ആരാണ്? ട്രെയിനർ പേരെന്തായിരുന്നു? സസ്ന. എവിടെ വീട്? പൊന്മളയാണ് അല്ലേ? എന്ത് തോന്നുന്നു? നല്ലതാണല്ലേ? ആണല്ലേ? ആദ്യം മുതലേ ഇവരെ കൂടെ ഉണ്ട്. എങ്ങനെയുണ്ട് ഇനാഗുറേഷൻ കഴിഞ്ഞപ്പോൾ? സന്തോഷം, ഹാപ്പിയാണ്. ഈ സ്ത്രീകൾക്ക് പിന്നെ വീട്ടിലത്തെ കാര്യം ഒക്കെ കൂടെ അതൊന്ന് വനിതകൾക്ക് എൻ്റെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുത്തേ. നിങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്. വീട്ടിലത്തെ കാര്യം, മക്കളുടെ കാര്യം, എഡ്യൂക്കേഷൻ, പ്ലസ് ഇതിനൊക്കെ സമയം കിട്ടും വിചാരിച്ചു കഴിഞ്ഞാൽ. ഇപ്പം നിങ്ങൾ നല്ലൊരു ഓണ്ടർപ്രണർ അല്ലെങ്കിൽ സംരംഭകയായി മാറിക്കഴിഞ്ഞു. നല്ലതാണ്. ഇതിലിപ്പോൾ ഒരു സാമ്പത്തിക ബെനിഫിറ്റും കൂടെ വരികയുള്ള. അപ്പൊ മാറ്റങ്ങൾ ഒരുപാട് ഇനിയും നമുക്ക് സൊസൈറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റും. അതിനു വേണ്ടിട്ട് തന്നെയാണ് നമ്മള് മാത്രമല്ല, നമ്മുടെ കൂടെ മറ്റുള്ളവരും വളരണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ സ്ട്രെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഹീൽ ചെയ്യണം. അവര് റിലാക്സ്, ഒരുപാട് ആൾക്കാർ, കുറെ ഫാമിലി ചിലപ്പോൾ അടിപൊളിയാവും. ലേഡീസ് ഒന്ന് സ്ട്രെസ് ഔട്ട് ആവുമ്പോ ആ കുടുംബം തന്നെ അടിപൊളിയാവും, കുട്ടികൾ അടിപൊളിയാവും, ഭർത്താവ് അടിപൊളിയാവും, എല്ലാവർക്കും ഈസിലി. അതന്നെയാണ് നമ്മളെ. ഈ ലൊക്കേഷൻ ഏതാ? ഇത് കോട്ടക്കല് അജന്ത റോഡ്, അവിടെ ഒരു 50 മീറ്റർ താഴത്തേക്ക്. എന്ത് ഈ ഓസ്പ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഓസ്പ്രേ എന്ന് പറഞ്ഞാൽ ഒരു ബേർഡിന്റെ പേരാണ്. അതിങ്ങനെ ഒരു വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു പക്ഷിയുടെ പേരാണ് ഓസ്പ്രേ. എന്ത് തോന്നുന്നു? എങ്ങനെയുണ്ട് ഇവിടെ വന്നപ്പോ? ഇത് നമ്മളെ നിസാറിന്റെ വൈഫാണ് അല്ലേ വിജേട്ടാ? ഞങ്ങളെ ചങ്ക് നിസാറിന്റെ വൈഫാണ്. എന്ത് തോന്നുന്നു? അടിപൊളി അല്ലേ? അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഒരുപാട് കാലത്തെ സ്വപ്നാണ്. ബേബി പറഞ്ഞ ഇതിന്റെ ട്രെയിനറാ, പൊതുജനങ്ങൾക്ക് സ്വപ്നാണ് അല്ലേ? ഓക്കെ. ഇതിലൊരു സ്പെഷ്യാലിറ്റി എന്താ അറിയോ? ഇപ്പൊ ഇവിടെ പറഞ്ഞത് നമ്മുടെ യൂസഫിന്റെ വൈഫിന്റെ ഒരുപാട് നാളത്തെ സ്വപ്നാണെന്ന് പറഞ്ഞത്. ഒരുപാട് നാളത്തെ ഓക്കെ സ്വപ്നമാണ്. നമ്മളെ ഇപ്പൊ യൂസഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി മെമ്പർ പോലെയുള്ള. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ റിലാക്സ്ഡ് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ആ സ്വപ്നം സാക്ഷാത്കരിച്ചു. ഒപ്പം എന്ത് തോന്നുന്നു ഇവിടെ വന്നപ്പോ? അതാ പറയുന്നത്, നമ്മൾ ഇവിടെ യൂസഫ് പറഞ്ഞു ഇങ്ങനെ തുടങ്ങുന്നുണ്ടെന്ന്. പക്ഷെ നമ്മൾക്ക് ഇത്ര നമ്മൾ പ്രതീക്ഷിച്ചില്ല. കാരണം ഇത്ര ഗ്രാൻഡ് ആവുന്നില്ല. കാരണം അതിനുമാത്രം എക്യുപ്മെന്റ്സ് ഉണ്ട്, നല്ല കമ്പനി, നല്ല സാധനങ്ങൾ. അതുപോലെ അവർ പറഞ്ഞു ഇത് ഒരു എക്സസൈസ് മാത്രമല്ല, മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ഉള്ള ബാക്കിയുള്ള കുറെ സൈക്കോളജി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാം കൊണ്ടും സഹകരിക്കാം, ഫാമിലി എല്ലാവരും സഹകരിക്കാം. കോട്ടക്കൽ പോലൊരു നഗരത്ത് സ്ത്രീകൾക്ക് മാത്രം ആയിട്ട് ഇത്രയും സൗകര്യമുള്ള ഒരു ജിം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സ്പെഷ്യാലിറ്റി. കാരണം എന്താ വെച്ചാല്
സ്ത്രീകൾക്ക് ഇവിടെ ഒരു പ്രൈവസിയിൽ പോകാൻ പറ്റുന്ന സൗകര്യം എന്താണ് പറയാനുള്ളത്? ഒരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് ദിൽഷാദിന് പക്ഷേ വളരെ നല്ല കാര്യം നമ്മൾ കാണുന്നതാണ്. ഒബിസിറ്റി ഭയങ്കര പ്രോബ്ലമാണ്. പിന്നെ മറ്റുള്ള PCOD ഇങ്ങനത്തെ ഡിസീസുകൾ, ഇങ്ങനത്തെ സന്ദർഭത്തിൽ ഇങ്ങനത്തെ ഒരു ജിം എന്തായാലും അത് ഭയങ്കര എഫക്റ്റീവ് ആണ് ഫോർ വുമൻസ്. അപ്കമിങ് ഇവന്റെ യൂസഫിന്റെ മകനാട്ടാ. ഇവന് എടാ പഠിക്കണ്ടപ്പോ ബിസിനസ് ഇറങ്ങിയാ? ഇല്ല ഉഷാറാവട്ടാ. അല്ല ഈ സംവിധാനം ഉണ്ടല്ലേ, ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഒരു സപ്ലിമെന്റ് പൗഡേഴ്സ്, അവിടെ വാം ഡ്രിങ്ക് കോഫി ഉണ്ട്, ഗ്രീൻ ടീ, പ്രോട്ടീൻ ഷേക്ക്. ഇതിന്റെ സിസ്റ്ററിലോ ആണ് ഞങ്ങൾക്ക് ഞങ്ങളെ ഉമ്മാക്ക് പകരമുള്ള താത്തയാണ്. ആണല്ലേ പരിപാടികൾ. യൂസഫിന്റെ നിങ്ങളുടെ സംഭവം എന്തൊക്കെയാണെന്ന് പറഞ്ഞെടുത്തേ. നമ്മളുടെ സംഭവം എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്? ഒക്കെ നിങ്ങൾ കണ്ടില്ലേ, ലൈവായിട്ട് കണ്ടില്ലേ? ഇതിൽ കൂടുതലൊന്നും പറയാൻ